ഹലോ. ഇന്നത്തെ വർത്തമാന ചിന്തകളിൽ ഞാൻ പറയാൻ പോകുന്നത് ഫിഫ വേൾഡ് കപ്പ്. അത് ഈ ഞായറാഴ്ചയാണല്ലോ എൻ്റെ ഫൈനൽ നടക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യ എന്നുള്ള രാജ്യത്ത് ഇതുവരെ പങ്കെടുത്തിട്ടില്ല ഈ ഫിഫ വേൾഡ് കപ്പ് എന്നുള്ള. എന്താന്ന് വെച്ചാൽ 1950 പുരുഷ ഫുട്ബോൾകാരൊക്കെ ക്വാളിഫൈ ചെയ്തു. പക്ഷെ അവസാനം ഇപ്പോൾ അത് പിന്തിരിഞ്ഞു. ദീർഘയാത്ര, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. പക്ഷെ പ്രചരിച്ചിരുന്നത് കളിക്കാർക്ക് ബൂട്ട് പോലും ഇല്ല ഇന്ത്യക്കാർക്ക് എന്നൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ നമുക്കിതൊക്കെ ഉയരണ്ടേ? ഇതിന് കുറേ കാരണങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യയിൽ പൊതുവേ ഫുട്ബോളിന് യാതൊരുവിധ ഇതുമില്ല. ക്രിക്കറ്റിനെയാണ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ട്. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് തലത്തിലൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അക്കാഡമികളും കോച്ചുകളും ഒക്കെ ധാരാളം ഉണ്ട്. പക്ഷേ ഫുട്ബോളിന് വേണ്ടി ഇന്ന് വരെയും ഒരു ഫണ്ടിങ്ങോ അല്ലെങ്കിൽ പരിശീലകരോ ഒന്നുമില്ല, അക്കാഡമിയോ ഒന്നുമില്ല. ഇതാണ് ഇതിൻ്റെ പ്രധാന കാരണം. കൂടാതെ നമ്മൾ ഇതുവരെ ഒരു ഏഷ്യൻ രാജ്യങ്ങളായ സൗത്ത് കൊറിയ, ജപ്പാൻ അല്ലെങ്കിൽ ഇറാൻ ഇങ്ങനെയുള്ള അവരെയൊക്കെ വെട്ടിച്ചിട്ട് വേണം നമ്മൾ ഫുട്ബോളിൽ വേൾഡ് കപ്പിലേക്ക് വരാൻ. ഏഷ്യൻ രാജ്യങ്ങളെ പോലും നമ്മൾ ഇതുവരെ ക്വാളിഫൈ ആയിട്ടില്ല. ഇതിന് എന്ത് വേണം എന്ന് വെച്ചാൽ ഇന്ത്യ എന്നുള്ളൊരു പേരെങ്കിലും വേൾഡ് കപ്പിൽ വരണ്ടേ? ആ കപ്പ് കിട്ടിയില്ലെങ്കിലും പേരെങ്കിലും അവിടെ വരണ്ടേ? അതിന് നമ്മൾ സ്കൂൾ തലത്തിൽ തന്നെ ഫുട്ബോൾ പരിശീലിപ്പിക്കുക, അതിൻ്റെ അക്കാഡമി ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഗവൺമെൻറ് തലത്തിൽ നല്ല നീക്കങ്ങൾ നടത്തിയാൽ മാത്രമേ ഒന്ന് ഏഷ്യൻ കൺട്രിയിലേക്ക് വന്ന് നമ്മൾ വേൾഡ് കപ്പിൽ ജയിച്ച് വേൾഡ് കപ്പിലേക്ക് എത്താൻ പറ്റുള്ളൂ. അത് ഇപ്പം സ്റ്റാർട്ട് ചെയ്താലേ ഒരു 10-20 വർഷത്തിനുള്ളിലെങ്കിലും നമ്മൾക്ക് വേൾഡ് കപ്പിൽ എത്താൻ പറ്റുള്ളൂ. മറ്റേ രാജ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ക്വാളിഫൈ ചെയ്ത രാജ്യങ്ങളൊക്കെ പണ്ട് മുതലേ നല്ല ഫുട്ബോൾ കോച്ചുകളുണ്ട്, നല്ല അക്കാഡമി ഉണ്ട്. സ്കൂൾ തലത്തിൽ തന്നെ ഫുട്ബോൾ പരിശീലനം വളരെ ഇതാണ്. അതുകൊണ്ടാണ് അവരവിടെ എത്തപ്പെടുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിന് മാത്രമാണ് ഫണ്ടിങ്ങും സാധനങ്ങളും ഒക്കെ കോച്ചുകളും ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഇനിയെങ്കിലും മുന്നേറാം. നമ്മൾ ജേഴ്സിയൊക്കെ അഴിഞ്ഞാൽ അർജൻറ്റീനയും പോർട്ടുഗലിലെയും ബ്രസീലിൻ്റെ ഒക്കെ ജേഴ്സി അരിഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇനിയെങ്കിലും നമ്മുടെ പേര്, ഫുട്ബോളിൻ്റെ പേര് ഫിഫ വേൾഡ് കപ്പിലൊക്കെ വരാൻ നമുക്കൊരു അന്തസ്സും രാജ്യത്തിന് ഒരു അന്തസ്സും അഭിമാനമാണ്. എൻ്റെ മക്കളും ഒക്കെ ജേഴ്സിയൊക്കെ ഇട്ട് നിൽക്കാറുണ്ട്. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു ചിന്താ വിഷയം അതാണ്. എല്ലാവരും ഭയങ്കര ഇത് രാത്രിയും പകലും ഇല്ലാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ടി വിയിൽ ആര് ജയിക്കണു, ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എല്ലാവർക്കും. പക്ഷെ ഇന്ത്യ എന്ന് പറഞ്ഞ പേര് ആ ഭാഗത്തൊന്നുമില്ല. അപ്പം ഇതിനു വേണ്ടി നല്ല നല്ല സ്കൂൾ തലത്തിൽ തന്നെ കുട്ടികളെ പരിശീലിപ്പിച്ചുകൊണ്ട് വരിക, വിദഗ്ധന്മാരായ കോച്ചുകളെ കൊണ്ടുവരിക, നല്ല നല്ല അക്കാഡമിക്സ് അതിന് വേണ്ടി ഉണ്ടാക്കുക. സ്പോർട്സ് അതോറിറ്റി അതൊക്കെ അതേപോലത്തെ അതോറിറ്റികളൊക്കെ ഉണ്ടാക്കുക ഫുട്ബോളിന് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു 10-20 വർഷം കഴിഞ്ഞിട്ടെങ്കിലും നമ്മൾ ഫിഫ വേൾഡ് കപ്പിൽ നമുക്ക് കളിക്കാൻ പറ്റും. നമ്മൾ ആദ്യം ഏഷ്യൻ കൺട്രീസിനെ ഒന്ന് മറികടക്കണം. പ്രമുഖ രാജ്യങ്ങൾ ഇറാൻ, സൗദി അറേബ്യ, ജപ്പാൻ, ഓസ്ട്രേലിയ ഒക്കെ കിടക്കുക. ഇവരൊക്കെ ഒന്ന് അവരെ കവച്ചു വെച്ചിട്ടാണ് നമ്മൾ മുകളിലെത്താൻ. അപ്പം എല്ലാവരും ഒന്ന് ചിന്തിക്കൂ. നമ്മുടെ ആൺകുട്ടികളൊക്കെ ഒന്ന് ചിന്തിച്ചാട്ടെ. ഓക്കെ.